ഫിലിപ്പ് സാർ ഈ പറയുന്ന സാമൂഹിക വിഷയങ്ങളിലൊക്കെ വളരെയധികം ഇടപെടുന്ന ആളാണ്. പ്രത്യേകിച്ച് പ്രവാസികളുടെ പ്രശ്നങ്ങൾ, വിദേശത്തുള്ള ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. നാട്ടിൽ നിന്ന് പ്രവാസികളായി പോയി അവിടെ കുടുങ്ങി അവിടെ പ്രശ്നം അനുഭവിക്കുന്നവരെ തിരിച്ചെത്തിക്കാനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ രോഗബാധിതരായ ആൾക്കാരെ സഹായിക്കാനുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. നാട്ടിൽ തന്നെ സാമൂഹികമായിട്ടും സമുദായവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നിരന്തരമായി പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ജിഹാദി പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവാസികളെ അടക്കം ബാധിക്കാറുണ്ട്. ജിഹാദികളുടെ പ്രവർത്തനം നമ്മുടെ നാട്ടിലാണെങ്കിൽ ലവ് ജിഹാദാണ്. ക്രിസ്ത്യാനി പെൺകുട്ടികളെ അടക്കം ദിവസവും അപ്രത്യക്ഷമാകുന്ന വാർത്തകളുണ്ട്. അപ്പോൾ ഈ പ്രവാസ ലോകത്തും ഈ ജിഹാദി പ്രവർത്തനങ്ങൾ വളരെയധികം ബാധിക്കാറുണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇവിടെയും അവിടെയും, ഇവിടെ ഈ പറയും ജിഹാദി പ്രവർത്തനം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം, അവിടെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ജിഹാദി പ്രവർത്തനത്തിന് തടയിടാൻ കഴിയുന്നുണ്ടോ? ഒരു പരിധിവരെ ഇപ്പോഴത്തെ NIAയുടെ നിരീക്ഷണങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിനെ തടയിടാൻ കഴിയുന്നുണ്ട്. കറൻ്റ്ലി ഞാൻ ഇപ്പോൾ പ്രസൻ്റ്ലി ഒരു 3 വിഷയങ്ങളിൽ 3 രാജ്യങ്ങളോടനുബന്ധിച്ച് ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന്, ഒരു രാജ്യത്ത് ഒരു ഇതേപോലെ ഒരു പെൺകുട്ടിയെ ഇവിടെ നിന്ന് സ്നേഹിച്ച് അവിടെ കൊണ്ടുപോയി ചെന്ന ദിവസം തന്നെ അവൾ ജയിലിലേക്ക് പോകേണ്ട ഒരു ഗതികേട്ടിലേക്ക് അവൾ വന്നു. അവളുടെ കാമുകനായിട്ടുള്ളൊരു വ്യക്തി അവൾക്ക് കൊടുത്തുവിട്ട ഒരു എൻ്റെ ഒരു സുഹൃത്ത് വരും, അപ്പോൾ നീ അവിടെ വരുമ്പോൾ അവനെ അത് കൈമാറണം. അവൻ അവിടെ ജോലിയെടുക്കുന്ന വ്യക്തിയാണെന്ന് ആലോചിക്കണം. ഇവളെ കയറ്റിവിട്ടു, നീ ഇന്ന സ്ഥലത്ത് ചെല്ലണം, അവിടെ ചെല്ലുമ്പോൾ നിന്നെ സ്വീകരിക്കും, ഞാൻ നാളെ മറ്റൊന്ന് ഇവിടുന്ന് കയറി വരാമെന്ന് പറഞ്ഞിട്ട് ഇവളെ കയറ്റിവിട്ടാണ്. ഇന്നിപ്പോൾ ഏകദേശം 1 വർഷമായി അവൾ ആ രാജ്യത്ത് ജയിലിൽ കഴിയണയാണ്. ആ കുട്ടി ഇപ്പോൾ വളരെ വളരെ ഒരു എന്താ പറഞ്ഞ ഒരു മെൻ്റലി ഭയങ്കര ഡിപ്രഷനിലൂടെ പോവുകയാണ്. ഈ യുദ്ധത്തിൻ്റെ കുറച്ച് നാൾ മുമ്പ് കാരണം അവളുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടുള്ളൊരു അവസരം നമുക്ക് കിട്ടിയ ഒരു വക്കീലിനെ വെച്ച് ഇതെല്ലാം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് നമ്മൾ അവിടുത്തെ ഭരണാധികാരിയുടെ അടുത്ത് വരെയും ഇവളുടെ വിഷയം എത്തിക്കാനായിട്ട് ദൈവാനുഗ്രഹത്താലേ സാധിച്ചു. പിന്നീടാണ് ഈ ഗൾഫ് ഈ സംഘർഷാവസ്ഥ വന്നതും പിന്നെ ആ കാര്യങ്ങളിലൊക്കെ കുറേ മെല്ലെപ്പൊക്കെ വന്നതും. എന്നാലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, വേറെ കുറച്ച് അവിടെയും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ സഹായത്തോടെ കൂടിയാണ് കേട്ടോ. കാരണം ഞാനൊരാൾ വ്യക്തിയല്ല, ബട്ട് ഞാൻ അവിടെ കുറച്ച് ഈ ഉന്നത നിലവാര ബന്ധങ്ങളിൽ കുറച്ചുള്ളത് കാരണം ഞാൻ അവരെയും ബട്ട് മറ്റൊന്ന്, ഒരു വൈദികൻ ചെയ്ത ഒരു കുരുത്തക്കേട് കാരണം 4 പേര് ജയിലിൽ കിടന്നു. 2 പേരെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. 2 പേര് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അതെന്താ സംഭവം? അദ്ദേഹം അവിടെ വൈദിക വേലയ്ക്കായിട്ട് ആ രാജ്യത്ത് ചെന്നതാണ്. അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹം ഒരു പരിധി ആൾക്കാരുടെ ഇടയിലൊരു സ്വാധീനം കിട്ടിയതിന് ശേഷം അദ്ദേഹം ഭയങ്കരമായിട്ട് പിരിവ് തുടങ്ങി. കളക്ഷൻ തുടങ്ങി. അദ്ദേഹം ആൾക്കാർ വിചാരിച്ചു ഒരു വൈദികൻ നമ്മളോട് സഹായം ചോദിക്കുമ്പോൾ അദ്ദേഹം പള്ളിക്ക് വേണ്ടിയാണല്ലോ. പക്ഷെ പുള്ളി അതിന് അത്യാവശ്യം നല്ല രീതിയിൽ പെരുപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ രാജ്യത്ത് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സാധാരണ ഒരു തൊഴിലാളി അവൻ്റെ വീട്ടിലേക്ക് അയക്കുന്ന വേതനം നിരീക്ഷിക്കാൻ തുടങ്ങി. ഈയിടെയായിട്ട് ഗൾഫ് രാജ്യങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് പോകുന്നത്. കാരണം എൻ്റെ സാലറി എത്രയാണ്, ഞാൻ എൻ്റെ സാലറിയിൽ കൂടുതൽ ഞാൻ എൻ്റെ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂടുതൽ വന്ന പൈസ എനിക്ക് എവിടെ നിന്നാണ് വന്നതെന്നുള്ള അതിൻ്റെ ഒരു പ്രൂഫ് ഞാൻ കാണിക്കേണ്ടി വരും. അപ്പോൾ ഈ വൈദികൻ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല തുകകളുണ്ട്. അതിൽ ഇവർക്ക് കമ്മീഷൻ വെച്ച് നീ ഇത്ര തുക അടച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇത്ര % നിനക്ക് എടുക്കാം, ബാക്കി എനിക്ക് നീ അവിടെ വരുമ്പോൾ തരണം എന്നുള്ളൊരു രീതിയിൽ. ബട്ട് അവസാനം ലാസ്റ്റ് ട്രാൻസ്ഫർ ഒരാൾ ചെയ്തത് ഇന്ത്യൻ മണി ഏകദേശം 19 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്ത വ്യക്തിയുടെ അന്നത്തെ ശമ്പളം ഒരു ഇന്ത്യൻ മണി 40,000 രൂപയോളം ആയിരുന്നു ആ ശമ്പളം. അപ്പോൾ അതിൽ കയറി പിടിച്ചു. ഇതിൻ്റെ പ്രൂഫ് കാണിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ഹിസ്റ്ററീസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്ത ട്രാൻസ്ഫറുകളാണ് നടത്തിയിരിക്കുന്നത്. ഇത് മുഴുവനും ഈ പിരിപ്പിച്ചത് മുഴുവനും ഈ വൈദികനാണ്. ബാക്കിയുള്ളവരെ കൊണ്ട് അഴിപ്പിച്ചു. ഇവർ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ രാജ്യത്ത് നിന്ന് അന്ന് തന്നെ വിട്ടുകളഞ്ഞു. ഈ പാവങ്ങൾ 4 പേര്. പക്ഷേ ഇവർക്കും ഞാനൊരിക്കലും ഇവർ പാവങ്ങളെന്ന് പറയില്ല. കാരണം ഇവരും ഇത്ര രൂപ 100 രൂപ അഴക്കുമ്പോൾ അവർക്ക് ഇത്ര % കമ്മീഷൻ ഉണ്ടായിരുന്നു. അവരത് ചെയ്തു. പക്ഷേ പുള്ളി
കൂളായിട്ട് ഇവിടെ വന്നു. പിന്നീടാണ് അറിയുന്നത് പുള്ളിയുടെ ചേട്ടന്മാരും അനിയന്മാരൊക്കെ ഇവിടെ ഒരു ഗതിയും പരഗതിയില്ലാത്ത ആൾക്കാരൊക്കെ കോടീശ്വരന്മാരെ, പുള്ളിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. അപ്പോൾ ഇപ്പം ജയിലിൽ നിന്ന് പുറത്ത് വന്ന 2 പേർക്കും യാതൊരു റിഗ്രറ്റ് അവർക്കും. കാരണം അവർക്ക് കുറച്ച് അതിലൊരു വ്യക്തിയുടെ ഭാര്യ ആ രാജ്യത്ത് ജോലി എടുക്കുന്നുണ്ട്, മറ്റൊരാളൊരു ബാച്ചിലറായിട്ട് അവിടെ നിന്ന് വെച്ചൊരു ബാച്ചിലർ മീൻസ് സിംഗിൾ ഇതായിരുന്നു. ബാക്കി 2 പേര് ഇന്നും അവിടെ കിടക്കുകയാണ്. അവർക്ക് വേണ്ടി ഇപ്പോഴും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ലവ് ജിഹാദ് മാത്രമല്ല, ഇങ്ങനെയും കുറേ കാര്യങ്ങളിലൂടെ ആളുകൾ അവിടെ പെട്ടുകിടപ്പുണ്ട്. ഇപ്പോൾ ഇന്നലെ കറൻ്റ്ലി ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് ന്യൂസായിട്ടില്ല, കുവൈറ്റ് ഒരു 380ഓളം പേരെ ഒരു 2-3 ദിവസം കൊണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നിരിക്കുന്ന കാര്യമാണ്, ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. 300. അത് അവരുടെ സ്പോൺസർ ചെയ്തൊരു തെറ്റാണ്. അതിലിപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വന്ന ഒരു ആൾക്കാരുണ്ടായാലും ഒരു 3 മലയാളിയാണ്. പക്ഷേ ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ 3 അല്ല, ധാരാളം മലയാളികളുണ്ട് ഈ 380 പേരിൽ. ഇവരെല്ലാവരും ബിസിനസ്സുകാരായിരുന്നു എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യാൻ വേണ്ടി സ്പോൺസർഷിപ്പ് എടുക്കുകയും സ്പോൺസർ ചെയ്ത തെറ്റുകാളെ, പക്ഷെ പുള്ളി തീവ്രവാദ പ്രവർത്തനത്തിലായിരുന്നു. ഈ സ്പോൺസർ തീവ്രവാദ പ്രവർത്തനങ്ങളോടനുബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് പോയപ്പോൾ അദ്ദേഹം പല കമ്പനികൾക്ക് പല ലൈസൻസുകൾ കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സ്പോൺസറിൻ്റെ കീഴിലുള്ള എല്ലാ കമ്പനികളും അതിൽ ഇപ്പോൾ ഈ 380 പേരിൽ ഇപ്പോൾ ഈ അകത്ത് ഡീപ്പോർട്ടേഷൻ കിടക്കുന്ന ആൾക്കാരിൽ 380 പേരും നിരപരാധികളാണ്. അവർ ആ ഒരു സ്പോൺസറെ കിട്ടാൻ വേണ്ടി ലൈസൻസ്, അവർ എല്ലാ വർഷവും ഒരു ലൈസൻസ് ഫീ ഉണ്ട്, അത് കൊടുത്ത് അവരുടെ ലൈസൻസ് എടുത്ത് പിന്നിൽ അതിൻ്റെ പ്രവർത്തിക്കുന്ന ഒരാൾക്കാരാണ്. ഇങ്ങനെ നിരന്തരമായ ട്രാപ്പുകളുണ്ട് പ്രവാസികൾക്കിടയിലും. പക്ഷേ ഈ പറയുന്ന ലവ് ജിഹാദിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ അതിപ്പോൾ വളരെയധികം സജീവമായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യം വയ്ക്കുന്ന കാസയൊക്കെ നിരന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. ഈ അങ്ങയുടെ പ്രവർത്തനത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലവ് ജിഹാദിനോടനുബന്ധിച്ചിട്ട് ഒരു കേസിലാണ് ഞാൻ പെർമനൻ്റ്ലി ഇടപെട്ട് ഇപ്പോഴും അതിനകത്ത് ഇപ്പോഴും ഞാൻ ഇടപെട്ടതിനകത്ത് നിന്ന് ഞാൻ മാത്രമല്ല, എന്നെ സഹായിക്കാനായിട്ട് ഒരു 3-4 പേരുണ്ട് അവിടെ, സാമൂഹികമായിട്ട് സംഘടനകളുടെ നേതാക്കൾ. അപ്പോൾ അവരോടും അവർ ശ്രമിച്ചിട്ട് ഇപ്പോഴും നടന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചത് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ട്രാപ്പായിരുന്നു. ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ട്രാപ്പ് ചെയ്തവൻ ഇവളുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവനൊരു സാധാരണ ജീവിതം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ. ബട്ട് പിന്നീട് ഇവള് രജിസ്റ്റർ മാരേജൊക്കെ ചെയ്തതിന് ശേഷം പെട്ടെന്നില്ലാത്തൊരു ആർഭാട ജീവിതവും, പെട്ടെന്ന് അവൻ വണ്ടി മേടിക്കലും അങ്ങനത്തെ കാര്യം. അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അത് അവളെ ട്രാപ്പ് ചെയ്തതാണ്. അവനിന്നും ഇവിടെ കൂളായിട്ട് ജീവിക്കുന്നുണ്ട്. അതായത് ഈ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കൊക്കെ പൊതുവെ എന്താണ് സംഭവിക്കുന്നതെന്ന് പലപ്പോഴും അറിയാൻ പറ്റാറില്ല. അപ്പം പല സഭകളും വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എറണാകുളത്ത് ജീവിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം കൂടിയാണ്. ഈ സഭകളൊക്കെ പലപ്പോഴും ആശങ്കയിലാണ്. ഇതെങ്ങനെയാണ് ഈ പെൺകുട്ടികൾ വലയിലാക്കപ്പെടുന്നത് എന്നുള്ളത്. അത് ശരിക്കും ഇതിൻ്റെ പ്രോസസ്സ് നമുക്ക് മനസ്സിലാവാറില്ല. ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന്. അത് പാരൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു യഥാർത്ഥ സൗഹൃദത്തിലേക്ക് എങ്ങനെ ചെന്നപ്പെടാം, ഒരു പാരൻറ്റിങ്ങിൻ്റെ പ്രോബ്ലമാണെന്ന് ഞാൻ പറയുള്ളൂ. പാരൻറ്റിങ് നല്ല രീതിയിൽ ചെയ്തിരുന്നില്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം എങ്ങനെ നിങ്ങളെ ട്രാപ്പ് ചെയ്യാനായിട്ട്. ഈ ഒരു മോട്ടോ വെച്ചിട്ട് ആൾക്കാർ നടപ്പുന്നുണ്ട്. ഒരിക്കലും ഇല്ലെന്ന് പറയുന്ന കാര്യമല്ല. എല്ലാത്തരം ജിഹാദ്, ഇപ്പം ഞാൻ മുനമ്പത്തുകാരനാണ്, ഞങ്ങൾ ലാൻഡ് ജിഹാദ് എന്ന് പറയുന്നതിൻ്റെ ഒരു ട്രാപ്പിൽ ഭീകരമായ ഒരു അവസ്ഥയിൽ പെട്ടവരാണ്. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഇത് ഇല്ലെന്ന് ആര് പറഞ്ഞാലും നമ്മളിത് വിശ്വസിക്കും. ഇത് പല രീതികളിലുള്ള ജിഹാദ്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ TCS ടാറ്റ കൺസൾട്ടൻസിയിൽ നടക്കുന്നത്, ഇതൊരു പ്രീ പ്ലാൻഡാണ്. ഒരു പ്ലാൻഡ് ആൾക്കാർ ഇതിനു വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് നമ്മളൊരിക്കലും ഇല്ലെന്ന് പറഞ്ഞ് ഇതാക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയി ഇപ്പോൾ UAE കഴിഞ്ഞ ദിവസം നടന്ന എന്താണ്, ഒരു വലിയൊരു റാക്കറ്റിനാണ് UAE തകർക്കാൻ വേണ്ടി UAE നാഷണൽസ് തന്നെ ഇറാന് വേണ്ടി ഒരു റാക്കറ്റ് ക്രിയേറ്റ് ചെയ്തത് UAE സർക്കാർ ഈ അടുത്ത് ഈ 2-3 ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ട്, ഇവിടെ മാത്രമല്ല. ഇപ്പോൾ കുവൈറ്റിൽ നടക്കുന്നൊരു കാര്യമാണ്, നമ്മൾക്ക് ഇന്നൊരു മതത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാർ
പൈസക്ക് ആവശ്യം വരുമ്പോൾ ഇവിടെ പോയിരിക്കും. എനിക്കറിയാവുന്ന ആൾക്കാർ കുറച്ച് പേര് അവർക്കതൊരു തമാശയാണ്. കുറച്ച് ദിവസത്തേക്ക് പൈസയും കാര്യങ്ങളും കിട്ടും നമ്മൾക്ക്. അങ്ങനെ ചെയ്ത് പൈസ മേടിച്ച ആൾക്കാർ എനിക്കറിയാം. യാഥാർത്ഥ്യം തന്നെയാണ്, ഒരിക്കലും വെറും കട്ടുകഥകളല്ല. ഇല്ല ഒരിക്കലുമല്ല, അതൊരിക്കലും കട്ടുകഥകളല്ല. ഞാൻ പറഞ്ഞു, ഞാൻ കറൻ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള പ്രോബ്ലം ഇറ്റ് വാസ് പ്യോർ ലവ് ജിഹാദ്. കച്ചവടം തന്നെയാണ്, ബിസിനസ്സാണ്. ഒരു പെൺകുട്ടിയെ ട്രാപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്ര രൂപയുണ്ട്. അത് ആ പെൺകുട്ടി തന്നെ നമ്മളോട് പറഞ്ഞതാണ്. കാരണം അവൻ്റെ ലൈഫ് സ്റ്റൈല് പെട്ടെന്ന് മാറി. അതും പറ്റാത്തൊരു നല്ലൊരു പൈസയായിരുന്നെന്ന അതേപോലത്തെ ഒരു കാറാണ് അവൻ ആ സമയത്ത് വാങ്ങിച്ചതെന്ന് പറയുന്നത്. അതായത് ഒരു സാധാരണ അവൻ വാങ്ങിച്ചൊരു ഇന്നോവ കാറാണെന്നാണ് നമ്മൾ പറയാം. ഒരു ഇന്നോവ കാർ 8 ലക്ഷം രൂപയുടെ ഒരു കാറ് പെട്ടെന്ന് എവിടെ നിന്നോ വന്ന് അങ്ങനെ. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നും അവരുടെ അമ്മ വളരെ സങ്കടത്തോടെ ആ ഒരു പാവം സ്ത്രീയാണ് പക്ഷേ അവർക്കൊരു പരിധിയുണ്ട് ഇവിടെ നിന്ന് ചെയ്യാനായിട്ട്. നമ്മളുടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ള രീതിയിലെല്ലാം അറിയിച്ചിട്ടുണ്ട്. ബട്ട് എന്താ പറയണത്, അവളെ ഒരു സെൻറ്റൻസ് ചെയ്തേക്കാണ്, 7 ഇയേഴ്സിലേക്ക് സെൻറ്റൻസ്ഡാണ് അവൾ. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളൊരു രാജ്യത്ത് ചെന്നിറങ്ങി വലിയ പ്രതീക്ഷയോടെ ഒരാളെ വിശ്വസിച്ച് അവിടെ ചെന്നിറങ്ങി പിറ്റേ ദിവസം അന്നു രാത്രി തന്നെ നമ്മൾ ജയിലിലേക്ക് പോകുന്ന ഒരു ഗതികേടെന്ന് പറയുമ്പോൾ അത് മനഃപൂർവ്വം ട്രാപ്പ് ചെയ്ത് അതാ അനുഭവിച്ചവരുടെ വേദന അവർക്ക് മാത്രം അറിയാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഞാൻ പറയില്ല, ലവ് ജിഹാദ് ഉണ്ട്, ലാൻഡ് ജിഹാദ് ഉണ്ട്, എല്ലാത്തരം നർക്കോട്ടിക് ജിഹാദ് എല്ലാം ഉണ്ട്. ഒരിക്കലും അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഞാനിപ്പോൾ അത് പിന്നെ മുനമ്പം